ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി നരയ്ക്കുന്നത്, അല്ലേ? നമ്മൾ ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്, എന്നാലും മുടി നരയ്ക്കും, അല്ലേ? നമ്മൾ നേരത്തെയൊക്കെ പ്രായമായതിനു ശേഷമാണ് മുടി നരച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 20-25-22 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മുടി നരച്ചു കൊടുക്കും. അത് ഓരോ ഇതിൻ്റെയാണ്, ഓരോ ബോഡിയുടെ ഷേപ്പിൻ്റെയും ബോഡിയുടെ ഇതിൻ്റെ അനുസരിച്ചാണ് ഒക്കെ. ഇതെല്ലാം ഹോർമോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധിച്ചാണ് അതിൻ്റെ ഉള്ളൊരിത്. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, മുടി നരച്ചു മറ്റുള്ളവർ കാണുമ്പോൾ ഒരു ഇതല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മറ്റേ ഹെയർ ഡൈ പാക്കറ്റ് മേടിക്കും. നമ്മളത് മേടിച്ച് ഇത് തൂക്കും. അതുമെല്ലാം ബ്ലാക്ക് ആവും, കുഴപ്പമൊന്നുമില്ല. എല്ലാം ബ്ലാക്ക് കളർ, നരയെല്ലാം മാറി. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യണം. ഡെയിലി ആഴ്ചയിൽ ഒരു വട്ടം നമ്മളത് ഹെയർ ഡൈ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നരയെല്ലാം മാറി ബ്ലാക്ക് ആവും. അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പൈസ വലിയ ചിലവില്ലാതെ, വലിയ ഇത് ഹെയർ ഡൈ മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതിലൊരു ഈസി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് ചെയ്തെടുത്ത് നമുക്ക് ഈ നരച്ച ഈ മുടികളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാം. അതിനുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം നര കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കാം, പിന്നെ 22 വയസ്സായതേ ഉള്ളൂ, പിന്നെ ഇത്രയ്ക്കും നരയോ എന്നൊക്കെ ഓരോരുത്തർ കളിയാക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നര എങ്ങനെ ഈസി ആയിട്ട് മാറ്റാമെന്നുള്ളത് ഒരു 3-4 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് തലയിൽ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇരുമ്പ് ചട്ടി. ഓക്കെ, ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുക്കുക. ചെറിയൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് 2 സ്പൂണ് കാപ്പിപ്പൊടി ഇടുക. ഫ്രഷ് കാപ്പിപ്പൊടിയാണ്, പുതിയ പാക്കറ്റ് ആയിരിക്കണേ. പഴയ പാക്കറ്റ് വരാൻ പാടില്ല. പുതിയൊരു പാക്കറ്റിൽ 2 സ്പൂണ് കാപ്പിപ്പൊടി ഇടുക. എന്നിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ. ഓക്കെ, 2 സ്പൂണ് വെളിച്ചെണ്ണയും അതിൻ്റെ അകത്തിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും. അപ്പം 2 സ്പൂണ് കാപ്പിപ്പൊടി, 2 സ്പൂണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ മയത്തിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ഇടുന്നത്. കാരണം തലയിൽ പുരട്ടുമ്പോൾ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. ഓക്കെ, അതിന് വേണ്ടി ഒരു സോഫ്റ്റിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിൻ്റെ കൂടെ 2 സ്പൂൺ കാപ്പിപ്പൊടി. പുതിയ കാപ്പിപ്പൊടിയാണ്. പഴയത് നമ്മൾ തുറന്ന് വെച്ചിരിക്കുന്നതോ നമ്മൾ ചായയിലിടുന്ന അതിൻ്റെ ബാക്കി ഇരിക്കുന്നതോ ഒന്നും ഇടരുത്. പുതിയ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ മറ്റേ ടിന്നിൻ്റെ അകത്ത് ഇട്ട് വെക്കുക. അത് രണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടൊരു 3 സ്പൂണ്, നല്ലൊരു ഇച്ചിരി 3 സ്പൂണിൽ ഇച്ചിരി തൈര് എടുക്കുക. തൈര് എടുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം വെക്കുക. വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മളത് അവിടെ വെക്കണം, അടച്ചു വെക്കണം. കാരണം അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മളിത് എല്ലാം ഒന്ന് ലയിച്ചൊന്ന് എല്ലാം ഒന്ന് പിടിച്ച് എല്ലാം റെഡി ആവാൻ വേണ്ടിയാണ്. കാരണം 3 തൈരും കാപ്പിപ്പൊടിയും എണ്ണയും എല്ലാം കൂടെ മിക്സ് ആവാനുള്ളൊരു ടൈമിങ്ങാണ് അരമണിക്കൂർ നമ്മളത് അവിടെ വെക്കുന്നത്. അത് വെച്ച് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ അതൊന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ നരയുള്ള ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ തൂത്തുപിടിപ്പിക്കാം. ഓക്കെ, വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കാൻ പാടില്ല. ഓക്കെ, വെള്ളമോ കാര്യങ്ങളോ വേറെ ഒന്നും പാടില്ല. ഈ എണ്ണയിൽ ഇത്രയും സ്പൂണ് കറക്കിയതിന് ശേഷം അത് മിക്സ് ആയതിനു ശേഷം അത് മാത്രമേ നമ്മൾ ഈ തലയിലും എല്ലായിടത്തും നമ്മൾ തേച്ച് പിടിപ്പിക്കുക. നരയുള്ള ഭാഗം ഫുള്ള് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അത് അവിടെ നിർത്തുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പുണ്ട്. ഈ നമ്മുടെ വീട്ടിലെല്ലാം ചെമ്പരത്തി ഉണ്ട്. അതിലെ ചെമ്പരത്തിയുടെ ഇല ഉണ്ടല്ലോ, അതെല്ലാം കുറച്ച് പറിക്കുക. ഇല ഓരോന്ന് ഇതളായിട്ട് പറിച്ചിട്ട് പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു 2-3 ചെമ്പരത്തിപ്പൂവിൻ്റെ തണ്ടും പൂവെല്ലാം കൂടെ പറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇടുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആവുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. മനസ്സിലായില്ലേ? ഈ ഇലയും ഈ പൂവും ഇതെല്ലാം കൂടെ ഇങ്ങനെ ഞെവടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം മാറ്റി വെക്കണം. ഈ കുറച്ച് വെള്ളം കളറ് മാറും. അപ്പോൾ ആ വൈറ്റ് വെള്ളത്തിൻ്റെ ചെറുതായിട്ടൊരു ചുവപ്പ് പോലെയുള്ള കളറും ആവും. അപ്പോൾ കുറച്ച് വെള്ളം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിലോട്ട് ഇത് തന്നെ ഇട്ട്
10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതുകൂടെ ഒന്ന് ഉരച്ച് നല്ലോണം പിഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ ഒരു കളറുണ്ട്. അപ്പോൾ ഈ വെള്ളം വെച്ച് വേണം നമ്മൾ ഈ തലയിൽ പുരട്ടിയിരിക്കുന്ന 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് കഴുകിക്കളയും. മനസ്സിലായി? പച്ചവെള്ളം നമ്മൾ എടുക്കാൻ പാടില്ല. ആദ്യം പച്ചവെള്ളത്തിലോട്ട് പോയിട്ട് നമ്മളിത് പുരട്ടി കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നേരെ പോയി പച്ചവെള്ളത്തിലോട്ട് പോയിട്ട് തല കഴുകാൻ പാടില്ല. ഈ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂടിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം, കളർ മാറിയ വെള്ളം ഇട്ട് വേണം നമ്മൾ തല കഴുകാൻ ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റിലെ തല മൊത്തം കഴുകുന്ന ആ വെള്ളത്തിലായിരിക്കണം. പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ മറ്റേ വെള്ളത്തിൽ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തേച്ചതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയും ചെമ്പരത്തിയുടെ ഇതോട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം നമ്മൾ നല്ലോണം പിഴിഞ്ഞാൽ മതി. ഇങ്ങനെ എടുത്തിട്ടിട്ട് ഒലച്ച് അതിൻ്റെ കളർ അങ്ങ് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറിക്കോളും വൈറ്റ് വെള്ളത്തിൻ്റെ. ഓക്കെ, അതിട്ട് നല്ലോണം റെഡി ആയതിനു ശേഷം നല്ലോണം ഇങ്ങനെ തൂത്ത് അതങ്ങ് കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ പച്ചവെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഡൈ ഒക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.